ലോക മലയാളികളുടെ തന്നെ സ്വകാര്യ അഹങ്കാരമായ MT വാസുദേവൻ നായർ സാഹിത്യത്തിലും സിനിമയിലും അധ്യാപനത്തിലും ഒരുപോലെ വിജയം കൈവരിച്ച അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സാഹിത്യം അത്രമേൽ മികച്ചവയാണ്. അതിൽ തന്നെ കുറച്ച് കഥകളുടെ ഒരു സമാഹാരം മനോരഥങ്ങൾ എന്ന ആ കഥാസമാഹാരത്തിലെ കഥകളാണ് C5 ചിത്രീകരിച്ച് കുറച്ചധികം സംവിധായകർ ഒന്നുചേർന്ന് മനോരഥങ്ങൾ എന്ന സീരീസിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ കഥയായ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഓളവും തീരത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് അബ്ദുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അബ്ദു ഒരു തടിക്കച്ചവടക്കാരനായിരുന്നു. കാട്ടിൽ നിന്നും മൂപ്പന്റെയും മറ്റും സഹായത്തോടെ തടി വെട്ടിയിറക്കി പുഴയിലൂടെ തുഴഞ്ഞ് കച്ചവട സ്ഥലത്ത് മുതലാളിമാർക്ക് എത്തിച്ചു കൊടുക്കും. അന്നൊരു ദിവസം അതുപോലെ തടി കൊണ്ടുപോവാനായി അബ്ദു തയ്യാറായി നിന്നു. പക്ഷേ അബ്ദു അന്ന് വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. മൂപ്പന്റെ വാക്കുകളിൽ നിന്നും അതിനു മുമ്പ് അബ്ദു ചോര ഛർദ്ദിച്ചിരുന്നു എന്നും വ്യക്തമാകുന്നുണ്ട്. ആ അവസ്ഥയിൽ അബ്ദു തനിച്ച തടി കൊണ്ടുപോയാലും വള്ളം തുഴഞ്ഞു പോയാലും ശരിയാവില്ല എന്ന് കണ്ട മൂപ്പൻ അബ്ദുവിന്റെ കൂട്ടുകാരനും തടി കച്ചവടക്കാരനുമായ ബാപ്പുട്ടിയെയും അബ്ദുവിനൊപ്പം പറഞ്ഞയക്കുകയാണ്. അങ്ങനെ തടി കെട്ടിയ വഞ്ചിയും തുഴഞ്ഞ് അബ്ദുവും ബാപ്പുട്ടിയും പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ എങ്ങോട്ടേക്കാണെന്ന് അബ്ദു ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനാ മൂപ്പൻ പറഞ്ഞേ എന്നായിരുന്നു ബാപ്പുട്ടിയുടെ മറുപടി. വാഴക്കടവ് എന്ന സ്ഥലത്താണ് അബ്ദുവിന്റെ വീടുള്ളത്. വാഴക്കടവത്തെങ്ങാനും തോണിയെടുപ്പിച്ച നിന്നെ ഞാൻ കൊന്നുകളയും എന്ന മട്ടിൽ അബ്ദുവിന്റെ സംസാരം വന്നു. അബ്ദുവിന് വാഴക്കടവിലേക്കോ തന്റെ സ്വന്തം വീട്ടിലേക്കോ പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. കുഞ്ഞുനാളിലെ അബ്ദു ആ വീടും സ്ഥലവും വിട്ടു പോന്നതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അബ്ദുവിന്റെ വാപ്പയ്ക്ക് തീരെ സുഖമില്ലാതായിരുന്നു. മരണത്തോട് മല്ലടിച്ച് അയാൾ കിടക്കാൻ നേരത്തും വീട്ടിൽ ഒന്നിനും ഒരു മുട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വരുന്ന ഓരോരുത്തരും പണം കൊടുക്കും, അതുകൊണ്ട് സാധനങ്ങളും വാങ്ങും. ആദ്യം അബ്ദുവിനൊന്നും മനസ്സിലായില്ല. പിന്നീട് ആളുകളുടെ കളിയാക്കലും മറ്റും കേട്ടു തുടങ്ങിയപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അബ്ദുവിന് കാര്യം തിരിഞ്ഞു. തന്റെ ഉമ്മ ഒരു വേശ്യയായി മാറിയിരിക്കുന്നു എന്ന സത്യമായിരുന്നു അത്. അതിൽ പിന്നെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അബ്ദു ആ നാട് വിട്ട് ഓടുകയായിരുന്നു. എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്റെ ഉമ്മയും പെങ്ങളും അല്ലേടാ എന്ന് ബാപ്പുട്ടി അബ്ദുവിനോട് ചോദിച്ചു. കയ്യിൽ കാശുള്ളപ്പോ ഞാൻ മമ്മദ് ഖാനെ ഏൽപ്പിക്കും, അത്രയുള്ള ബന്ധം എനിക്കുള്ളൂ ബാപ്പുട്ടി എന്നായിരുന്നു അവസാനം വലിയൊരു ചുമ ചുമയ്ക്കുന്നതിന് മുമ്പ് അബ്ദു ബാപ്പുട്ടിയോട് പറഞ്ഞത്. അതിനു പിന്നാലെ അബ്ദു മരണപ്പെടുകയും ചെയ്തു. അധികം വൈകാതെ അബ്ദുവിന്റെ വീട്ടിലേക്ക് ബാപ്പുട്ടി വരികയാണ്. അബ്ദുവിന്റെ ഉമ്മ ബീവാത്തു പുറത്തു തന്നെ ഉണ്ടായിരുന്നു. പെങ്ങൾ നബീസയും. ബാപ്പുട്ടിയെ അതുവരെ കണ്ടിട്ടില്ലാത്ത ബീവാത്തുവിന് ബാപ്പുട്ടിയെ മനസ്സിലായില്ല. ബാപ്പുട്ടി താൻ അബ്ദുവിന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്ന തരത്തിൽ സ്വയം പരിചയപ്പെടുത്തി. അത് കേട്ടതും ബീവാത്തു ബാപ്പുട്ടിയോട് വീട്ടിൽ കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ബാപ്പുട്ടി കയറാതെ പുറത്തു നിന്നു. വന്ന കാര്യം ചോദിച്ചപ്പോ അബ്ദുക്കയും കൊണ്ട് വന്നതാണ് എന്ന് ബാപ്പുട്ടി മറുപടി പറഞ്ഞു. ഇനി ഈ വീട്ടിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയനല്ലേ അവൻ, എന്നിട്ടിപ്പോ എന്ത് തിരിച്ചു വരാൻ എന്ന് തരത്തി ദേഷ്യപ്പെട്ട് സങ്കടത്തിലും ബീവാത്തു ചോദിച്ചപ്പോ ഇഷ്ടമുണ്ടായിട്ട് തിരിച്ചു വന്നതൊന്നുമല്ല, ആരേലും മരിച്ച പള്ളിക്കാട്ടിലല്ലേ കിടക്കാൻ പറ്റൂ എന്നായിരുന്നു ബാവൂട്ടിയുടെ മറുപടി. തന്റെ മകൻ അബ്ദു മരണപ്പെട്ടു എന്ന വിവരം ബീവാത്തുവിനെ ഞെട്ടിക്കുന്നതായിരുന്നു. മകനെ വിളിച്ച് ബീവാത്തു പൊട്ടിക്കരഞ്ഞു. നബീസയും വീടിനുള്ളിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. അധികം വൈകാതെ അബ്ദുക്കയുടെ കബറടക്കം മുഴുവൻ നടന്നു. അബ്ദുവിന്റെ സാധനങ്ങൾ അടങ്ങിയ പെട്ടി ബാവൂട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. നബീസു ആടിനെ കെട്ടാൻ പുറത്തു വന്നപ്പോൾ ബാവൂട്ടി അതുകൊണ്ടുപോയി നബീസുവിന് കൊടുത്തു. നിന്റെ ഇക്കാക്കാട് സാധന, ഇത് വേറെ എവിടെ ഏൽപ്പിക്കാനില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞ് നബീസുവിന് പെട്ടി കൈമാറി. നബീസു വിതുമ്പുന്നുണ്ടായിരുന്നു. ബാപ്പുട്ടി ദേഷ്യത്തിൽ ചോദിച്ചു, മാലോകരിയൊക്കെ ബോധിപ്പിക്കാൻ വലിയ ഉച്ചത്തി കരഞ്ഞില്ലേ, ഇപ്പൊ കരച്ചിലൊക്കെ തീർന്നോ? ഇനി ഉമ്മാക്കും മോക്കും തോന്നിയ പോലെ ആവാമല്ലോ. അത് കേട്ടതും അരിശത്തിലും രോഷത്തിലും ബാപ്പുട്ടിക്ക എന്നൊരു വിളി നബീസു വിളിച്ചു. ഇല്ല, കരയുന്നില്ല, ബീവാത്തിന്റെ മോൾക്ക് കരയാൻ പോലും പറ്റില്ലല്ലോ എന്നായിരുന്നു നബീസയുടെ മറുപടി. പിന്നാലെ തന്നെപ്പറ്റി നബീസു പറഞ്ഞു, ഇക്കാക്ക ഓരോ ദിവസം വരുമെന്നോർത്ത് ഞാൻ കാത്തിരുന്നിരുന്നു. ഇവിടെ നിന്ന് എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന്. ആർക്കും എന്തും പറയാം, പക്ഷെ ഞാനെന്ത് തെറ്റാ ചെയ്ത് എന്നായിരുന്നു നബീസയുടെ ചോദ്യം. നിങ്ങൾക്കറിയുമെങ്കിൽ പറ, ഞാനെന്ത് തെറ്റാ ചെയ്ത്? വിതുമ്പലോടെ നബീസു അത് ചോദിച്ചപ്പോ ബാപ്പുട്ടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കടത്തു വന്നപ്പോ അതിൽ അബ്ദുവിന്റെ കണക്ക് തീർത്തുള്ള പണം മൂപ്പൻ കൊടുത്തയച്ചിരുന്നു. ആ പണം ബാവൂട്ടി വാങ്ങി കടത്തൊക്കെ നോക്കുന്ന മമ്മദ് ഖായുടെ കയ്യിൽ ഏൽപ്പിച്ചു. അത് ബീവാത്തുവിന്റെ നബീസയുടെയും കയ്യിൽ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലേക്ക് താൻ പോവില്ല, എന്തായാലും നീ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇതവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തൂടെ എന്നായി മമ്മദ് ഖായുടെ ചോദ്യം. ബാവൂട്ടിയതോടെ ആ പണം കൊണ്ടുപോയി ബീവാത്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. വേദനയോടെ ബീവാത്തു ആ പണം വാങ്ങി ബാവൂട്ടിയോട് പറയാൻ തുടങ്ങി, മരിക്കുമ്പോഴും എന്റെ മോൻ എന്നോട് വെറുപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ ഈ കുറ്റം പറയുന്ന ഈ നാട്ടാരൊക്കെ ഉണ്ടല്ലോ, അന്നൊന്നും ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. മക്കള് പട്ടിണി കിടന്ന് കരയുന്നു, അകത്തൊരാൾ മരിക്കാൻ കിടക്കുന്നു, ഒറ്റൊരുത്തൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബീവാത്തു അതൊക്കെ പറഞ്ഞപ്പോ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നായിരുന്നു
ബാവൂട്ടിയുടെ മറുചോദ്യം. ബീവാത്തു പിന്നാലെ ബാവൂട്ടിയോട് വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. പക്ഷേ താൻ പുറത്തു നിന്നോളാം എന്നായിരുന്നു ബാവൂട്ടിയുടെ മറുപടി. ബാവൂട്ടിയെപ്പറ്റി ബീവാത്തു ചോദിച്ചു. ബാവൂട്ടിയുടെ വീടും ബന്ധുക്കളുമൊക്കെ എവിടെയാണെന്ന്, തനിക്ക് ആരുമില്ലെന്നും താൻ വടക്കു നിന്നുള്ളതുമാണ് എന്നുമായിരുന്നു ബാവൂട്ടിയുടെ മറുപടി. പിന്നാലെ ബീവാത്തു ഒന്നുകൂടി പറഞ്ഞു, എന്റെ മോൻ അബ്ദുവിനെ ഒരിക്കൽ കൂടി കാണണം എന്നെനിക്കുണ്ടായിരുന്നു. എന്റെ മോളെ നബീസുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താൻ പറയാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബാവൂട്ടി അവിടെ നിന്ന് പോരാൻ തുടങ്ങി. എഴുന്നേറ്റ് വന്ന ബീവാത്തു ബാവൂട്ടിയെ വാഴക്കടവി തോണിയെടുക്കുമ്പോ ഇടക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണേ എന്ന് പ്രത്യേകം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കുളിക്കടവത്ത് വെച്ച് അന്ന് നബീസ ബാവൂട്ടിയെ കണ്ടു. അബ്ദുവിന്റെ പേഴ്സ് ബാവൂട്ടിക്ക് നബീസ എടുത്തു കൊടുത്തു. അതിനുള്ളിലെ ഫോട്ടോയിൽ അബ്ദുവും ബാവൂട്ടിയും ഉണ്ടായിരുന്നു. ഇതുപോലായിരുന്നല്ലേ എന്റെ ഇക്ക പോകുമ്പോ എനിക്ക് 10 വയസ്സായിരുന്നു എന്ന് വേദനയോടെ നബീസു പറഞ്ഞു. അവിടെ നിന്ന് നബീസു പോകുമ്പോ അബ്ദു നബീസുവിനെ നോക്കി നിന്നിരുന്നു. പിന്നീട് മമ്മദക്കയിൽ നിന്ന് നബീസയെ പറ്റി ബാവൂട്ടി അറിഞ്ഞു. ബീവാത്തുവിന്റെ മോളായിപ്പോയില്ലേ, മാനോ മര്യാദക്ക് ജീവിക്കാൻ നോക്കിയാലും നാട്ടുകാരതിനെ സമ്മതിക്കോ എന്നുള്ള ചോദ്യമായിരുന്നു അത്. നബീസ അഭിമാനത്തോടെ ജീവിക്കുന്നൊരു പാവം പെണ്ണാണ് എന്ന് ബാവൂട്ടിക്ക് തോന്നി. ഞാനെന്ത് തെറ്റാ ചെയ്ത് എന്ന് ചോദിച്ച നബീസുവിന്റെ ചോദ്യം ബാവൂട്ടിയുടെ ഉള്ളിൽ കിടന്ന് കറങ്ങി. ആ സമയമാണ് തോണിയിൽ വിവാഹം കഴിഞ്ഞു വരുന്ന ഒരു ദമ്പതികളെ ബാവൂട്ടി കാണുന്നത്. ബാവൂട്ടിയും വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചു. വളയും ചാന്തും പൊട്ടുമൊക്കെ വെക്കുന്ന ഒരു കച്ചവടക്കാരൻ അവിടെ വന്നിരുന്നു. ബാവൂട്ടി അയാൾക്കരികിൽ പോയി മമ്മദയ്ക്കൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് നോക്കി ഉറപ്പുവരുത്തി കുറച്ച് വളകൾ വാങ്ങി. ബാവൂട്ടിക്കിഷ്ടമുള്ള ചുവന്ന വളകൾ. ബാവൂട്ടിയെന്ന് കാത്തിരുന്ന് നബീസ് പോകുന്ന വഴിയിൽ നബീസയെ കണ്ടു. മുമ്പ് സംസാരിച്ചപ്പോ കുറച്ച് രൂക്ഷമായി പോയി എന്ന് പറഞ്ഞ ബാവൂട്ടി നബീസയോട് ക്ഷമ ചോദിച്ചു. നബീസയ്ക്ക് വാങ്ങിയ വളകൾ കൊടുക്കണം എന്ന് ബാവൂട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ കണ്ടാൽ ചീത്തപ്പേരാകും എന്ന് ചിന്തിച്ച് നബീസ വേഗത്തിൽ നടന്നു പോവുകയായിരുന്നു ചെയ്തത്. ബാവൂട്ടിക്ക് എന്നാ പോണേ എന്ന് നബീസ് ചോദിച്ചു. കബറടക്കം കഴിഞ്ഞ ഉടനെ പോണോന്ന് കരുതിയതാ, പക്ഷെ ആരോ എന്തോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നായിരുന്നു ബാവൂട്ടിയുടെ മറുപടി. അത് അബ്ദുക്കേനെ തന്നെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല എന്നുകൂടി ബാവൂട്ടി പറഞ്ഞതും നബീസയ്ക്ക് വാക്കുകൾക്കുള്ളിലെ അർത്ഥം വായിച്ചെടുക്കാമായിരുന്നു. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നബീസ അവിടെ നിന്ന് പോന്നു. അപ്പോഴാണ് തോണി കടത്തിലേക്ക് കൊണ്ടുവരാൻ പറയുവാൻ മമ്മദക്ക ആവഴി വരുന്നത്. ബാവൂട്ടി നിന്ന് പരങ്ങുന്നതും നബീസ പോകുന്നതും ശ്രദ്ധിച്ച മമ്മദക്ക ബാവൂട്ടിയോട് കാര്യം തിരക്കി. ആദ്യം ബാവൂട്ടി ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും മമ്മദക്കാക്ക് കാര്യം പിടുത്തം കിട്ടിയിരുന്നു. പോരാത്തതിന് ബാവൂട്ടിയുടെ കയ്യിൽ നിന്നും വളകൾ താഴെ വീഴുകയും ചെയ്തു. കാര്യം മനസ്സിലായതും മമ്മദക്ക പറഞ്ഞു, നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടല്ലേ, അങ്ങനാണെ നിന്ന് കുണുങ്ങാതെ അവളുടെ ഉമ്മയുടെ അടുത്ത് പോയി കാര്യം പറയടാ. നിങ്ങൾ രണ്ടാൾക്കും ഈ കടവത്തും മറ്റും നിന്ന് കുണുങ്ങേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ബീവാത്തുന്റെ മോളാണെങ്കിലും അവൾ ഇതുവരെ പേരുദോഷം വരുത്തിയിട്ടില്ല. ഇനി നീയായിട്ടത് ഉണ്ടാക്കാൻ നിന്നേക്കരുത്. മമ്മദക്ക പറഞ്ഞ കാര്യങ്ങൾ ബാവൂട്ടിക്ക് വ്യക്തമായിരുന്നു. സമയമാവട്ടെ, മമ്മദക്കയോട് തന്നെ പറയാം എന്ന് ബാവൂട്ടി പറഞ്ഞു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നബീസയും ബാവൂട്ടിയും പ്രണയത്തിലായി. താൻ മേടിച്ച വളകൾ ബാവൂട്ടി തന്നെ നബീസയെ അണിയിച്ചു. ബാവൂട്ടിയുടെ പ്രണയം നിറഞ്ഞ വാക്കുകൾ നബീസയെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോടങ്ങാടി കണ്ടിട്ടുണ്ടോ എന്ന് ബാവൂട്ടി നബീസയോട് ചോദിച്ചു. ആ പുഴയ്ക്കപ്പുറം താൻ ഒന്നും കണ്ടിട്ടില്ല എന്നായിരുന്നു നബീസയുടെ മറുപടി. അവളെ താൻ കൊണ്ടുപോകും എന്ന് ബാവൂട്ടി പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഒരു വീടും കൂടിയും ഉണ്ടാക്കണമെന്നും 10-20 കൊല്ലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് കരുതിയ ഇത്രനാളും ജീവിച്ചത്. ബാവൂട്ടി അത് പറഞ്ഞപ്പോ നബീസ തന്റെ ആശങ്ക പറഞ്ഞു. ഉമ്മ പറയാറുണ്ട് കടത്തുകാർക്കൊക്കെ എത്തിയോടത്ത വീടെന്ന്. പിന്നെ ഓരോ കടവത്തും ഒരു പെണ്ണ്. ഇതുവരെ ഒരു കടവത്തും ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല നബീസുവിനെ കാണുന്നവരെ എന്നായിരുന്നു ബാവൂട്ടി മറുപടി പറഞ്ഞത്. നബീസു നാണം കുടുങ്ങി ഏറെ സന്തോഷത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ബാവൂട്ടി അണിയിച്ച വളകൾ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചായിരുന്നു അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് രാത്രിയിൽ മമ്മദക്കയും ബാവൂട്ടിയും സംസാരിച്ചു. കയ്യിലെ പണം മുഴുവൻ തീർന്നെന്നും തിരികെ പോകണം എന്നും ബാവൂട്ടി പറഞ്ഞു. മമ്മദക്കയും പറഞ്ഞത് അത് തന്നെയായിരുന്നു. അവളെ കെട്ടാനല്ല പോറ്റാനാ നോക്കേണ്ടത്. നിനക്ക് ഇപ്പോഴും നല്ല കൈക്കരുത്തും ആരോഗ്യവുമുണ്ട്. എന്തെങ്കിലും കുത്തിപ്പാർക്കാൻ കുറച്ച് ഇടം വേണം. അതിനെപ്പറ്റിയാ നീ ആലോചിക്കേണ്ടത്. മമ്മദക്കയുടെ വാക്കുകൾ ബാവൂട്ടിക്ക് കൂടുതൽ ഊർജം പകരുന്നതായിരുന്നു. പോകുന്നതിനു മുമ്പ് യാത്ര പറയാൻ ബാവൂട്ടി ബീവാത്തുവിന്റെ വീട്ടിൽ ചെന്നു. കൂപ്പിലേക്ക് പോവുകയാണെന്നും മഴയ്ക്ക് മുമ്പ് പണി കഴിയും, അപ്പോ താൻ തിരികെ വരും എന്നും ബീവാത്തുവിനോട് പറഞ്ഞു. ഞങ്ങളെപ്പോലെ കുറച്ചുപേർ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണമെന്നും തിരിച്ചു വരണമെന്നും പറഞ്ഞ് ബീവാത്തു ബാവൂട്ടിയെ യാത്രയാക്കുകയാണ്. പോകുന്നതിനു മുമ്പ് വീടിനകത്തുള്ള നബീസയെ ബാവൂട്ടി നോക്കിയിരുന്നു. യാത്ര പറഞ്ഞ് ബാവൂട്ടി പോകുമ്പോ ഉമ്മ കാണാതെ നബീസ ബാവൂട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തുലാമഴയ്ക്ക് മുമ്പ് താൻ തിരികെ വരും എന്ന് ബാവൂട്ടി നബീസയോട് പറഞ്ഞു. ഉമ്മയോട് താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും സമയമാകുമ്പോ പറയുമെന്നും കൂട്ടിച്ചേർത്തു. വരുമ്പോ നബീസുനെന്താ കൊണ്ടുവരേണ്ടത് എന്ന് ബാവൂട്ടി ചോദിച്ചപ്പോ നിങ്ങൾ തിരിച്ചു വന്നാൽ മാത്രം മതി എന്നായിരുന്നു നബീസയുടെ മറുപടി. മരത്തിന്റെ കച്ചവടത്തില് വാക്ക് പറഞ്ഞാൽ മാറില്ല. ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്നത് ഒറ്റ വാക്കമല്ല. ഞങ്ങള് വാക്ക് പറഞ്ഞാൽ മാറില്ല എന്ന് പറഞ്ഞ് ബാപ്പുട്ടി അവിടെ നിന്ന് മടങ്ങി. ബാവൂട്ടി പോകുന്നത് നോക്കി നിറ കണ്ണുകളോടെ നബീസ നോക്കി നിന്നിരുന്നു.
ബാപ്പൂട്ടി പോയി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് കടവത്ത് തോണി അടുത്തപ്പോ ആ തോണിയിൽ ഒരു പത്രാസുകാരൻ വന്നിറങ്ങിയിരുന്നു. വസ്ത്രത്തിലും കൊണ്ടുവന്ന പെട്ടികളുടെ എണ്ണത്തിലും ധരിച്ചിരുന്ന മോതിരങ്ങളിലുമൊക്കെയായി നല്ല പണമുള്ള വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു കുഞ്ഞാലി എന്ന് വിളിപ്പേരുള്ള കച്ചവടക്കാരന്റെ വരവ്. കടവത്തെത്തിയ കുഞ്ഞാലി സേലത്തിലെ തന്റെ ബിസിനസ്സുകളെ പറ്റിയും ഇനിയിപ്പോ നാട്ടിൽ കൂടാനാ തീരുമാനം എന്നൊക്കെ വലിയ വായിൽ പറഞ്ഞു. കുഞ്ഞാലിയുടെ പണവും പത്രാസും കണ്ട് കൂടെ കൂടാൻ നാട്ടുകാരിൽ പലരും ഉണ്ടായിരുന്നു. താനും മമ്മദ് കാക്കപ്പോഴും കുഞ്ഞാലിയെ അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കവലയിലെത്തിയ കുഞ്ഞാലി എല്ലാവർക്കും ചായ വാങ്ങിക്കൊടുത്തും ലോഹ്യം പറഞ്ഞും പെട്ടെന്ന് തന്നെ നാട്ടുകാരെ കയ്യിലെടുത്തു. കുഞ്ഞാലി നാട്ടിലെത്തിയ വിവരവും കൂട്ടത്തിൽ കുറച്ച് അഭ്യൂഹങ്ങളും കൂടെ പരക്കാൻ തുടങ്ങി. കുഞ്ഞാലി കൊണ്ടുവന്ന പെട്ടികളിൽ മുഴുവൻ വിലപിടിപ്പുള്ള പാത്രങ്ങളും വീട്ടുസാധനങ്ങളും ഒക്കെയായിരുന്നു. ഒരുപാട് പണം കൊണ്ടാ വന്നിരിക്കുന്നെ. കുഞ്ഞാലിയുടെ വസ്ത്രവും മറ്റും കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്ന മട്ടിലൊക്കെ പെണ്ണുങ്ങൾക്കിടയിലും സംസാരം വന്നു. ആ സംസാരം ബീവാത്തുവിന്റെ ചെവിയിലും എത്തിയിരുന്നു. മറുവശത്ത് കുഞ്ഞാലി ആകട്ടെ നാട്ടിൽ തന്റെ ജീവിതം ആരംഭിച്ചിരുന്നു. അന്ന് കടയിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയ കുഞ്ഞാലി അവിടെ സാധനം വാങ്ങി ഇറങ്ങിപ്പോകുന്ന നബീസയെ കാണുകയാണ്. നബീസയെ കണ്ടപാടെ കുഞ്ഞാലിക്ക് അങ്ങ് നന്നേ ബോധിച്ചിരുന്നു. കൂടെയുള്ളയാളോട് അതാരെന്ന് ചോദിച്ചപ്പോ അയാൾ കണ്ണിറക്കി കാണിച്ചു. സാധനവും വാങ്ങി നബീസ പോകുമ്പോ ഇറച്ചിവെട്ടുകാരൻ മൂസ നബീസയെ പിടിച്ചു നിർത്തി കുറെ ചീത്ത വിളിക്കാൻ ശ്രമിച്ചു. നബീസ നിൽക്കാതെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തുമ്പോ ബീവാത്തു അവിടെ ഉണ്ടായിരുന്നു. വൈകി വന്ന നബീസയെ ബീവാത്തു ചീത്ത പറയാൻ തുടങ്ങിയതും നബീസു ഉമ്മയോട് തട്ടിക്കയറി. കടം പറഞ്ഞ സാധനം വാങ്ങുന്നതും അതിന്റെ പേരിലുണ്ടാവുന്ന അപമാനവും ഇറച്ചിവെട്ടുകാരൻ മൂസാക്ക ഉറക്ക വിളിച്ച് ചീത്ത വിളിച്ച കാര്യവും അപമാനിച്ചതുമൊക്കെ അവൾ വേദനയോടെ പറഞ്ഞു. ഇനി തൊട്ട് ഉമ്മ സാധനം വാങ്ങാൻ പോയാൽ മതി എന്നും അവൾ കൂട്ടിച്ചേർത്തു. ഇറച്ചിവെട്ടുകാരൻ മൂസ തന്റെ മോളെ ചീത്ത വിളിച്ചു എന്ന് കേട്ടതും ദേഷ്യം വന്ന ബീവാത്തു ആ മഴയത്തും കുടയെടുത്ത് അപ്പോ തന്നെ അത് ചോദ്യം ചെയ്യാൻ കവലയിലേക്ക് പോയി. മൂസയുടെ അടുത്ത് ചെന്ന് തന്റെ മോളെ ചീത്ത വിളിച്ചതിന്റെ പേര് പറഞ്ഞ് ബീവാത്തു ഒച്ചയുണ്ടാക്കി. മുമ്പ് ആടിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് മൂസയുടെ പക്കൽ നിന്ന് ബീവാത്തു 25 രൂപ വാങ്ങിയിരുന്നു. ആ പണം തിരികെ കൊടുത്തിട്ടില്ല. അത് ചോദിച്ചായിരുന്നു മൂസ ഒച്ചയും ബഹളവും വെച്ചത്. ആ സമയമാണ് അങ്ങോട്ടേക്ക് കുഞ്ഞാലി വരുന്നത്. കുഞ്ഞാലി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. 25 രൂപയൊന്നും വലിയ തുകയല്ല എന്ന് പറഞ്ഞ് കുഞ്ഞാലി തന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുത്തു. തന്നെ സഹായിക്കുന്ന കുഞ്ഞാലിയെ ബീവാത്തുവിനങ്ങ് നന്നേ പിടിച്ചിരുന്നു. പോരാത്തതിന് പഴയ പരിചയക്കാരനുമാണല്ലോ. എന്നാലും നീ വന്നിട്ട് നമ്മളെയൊന്നും മറന്നില്ലല്ലോ, ഓർമ്മയുണ്ടല്ലോ എന്ന തരത്തി ബീവാത്തു കുഞ്ഞാലിയോട് പറഞ്ഞപ്പോ അങ്ങനൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു കുഞ്ഞാലിയുടെ മറുപടി. നബീസു വീട്ടിൽ തനിച്ചാണെന്ന് പറഞ്ഞ് ബീവാത്തു വേഗം അവിടെ നിന്ന് പോന്നു. കുഞ്ഞാലി ബീവാത്തു പോകുമ്പോ എന്തോ ഉള്ളിൽ വെച്ച് ബീവാത്തുവിനെ നോക്കുന്നുണ്ടായിരുന്നു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നബീസയുടെ ഓർമ്മയിൽ ബാപ്പുട്ടി കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ബാപ്പുട്ടി തിരിച്ചു വരുന്നതും കാത്ത് നബീസയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുഞ്ഞാലി ബീവാത്തുവിന്റെ വീട്ടിലേക്ക് അണിഞ്ഞൊരുങ്ങി ചെന്നു. ബീവാത്തുവാണെങ്കിൽ കുഞ്ഞാലിയെ വളച്ചെടുത്ത് മോളെ കൊണ്ട് കെട്ടിക്കണമെന്ന് ചിന്തിച്ച് അത്തരത്തിൽ പെരുമാറാനും മറ്റും ആരംഭിച്ചിരുന്നു. പക്ഷെ നബീസുവിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കുഞ്ഞാലി വന്നൊരു ചായ എടുക്കാൻ ബീവാത്തു പറഞ്ഞെങ്കിലും നബീസു അതിന് നിന്നില്ല. ഒടുവിൽ കുഞ്ഞാലി പോയി കഴിഞ്ഞപ്പോ ആടിന് വെള്ളം കൊടുക്കാനായിട്ട് അവൾ പുറത്തേക്ക് വന്നു. അതിന്റെ പേരിൽ ബീവാത്തു അവളെ കുറച്ച് ശകാരിച്ചു. പക്ഷെ നബീസുവിന്റെ തീരുമാനമൊക്കെ ഉറച്ചതായിരുന്നു. പിന്നാലെ വീട്ടിലേക്ക് കുഞ്ഞാലിയുടെ ആളുകൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. അർത്ഥം വെച്ച് അവർ ഒന്ന് മൂളുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ബീവാത്തു ആകട്ടെ സന്തോഷത്തോടെ അതൊക്കെ സ്വീകരിച്ചു. നബീസയ്ക്ക് പക്ഷെ അതൊക്കെ അസ്വസ്ഥതയായിരുന്നു നൽകിയത്. എന്തിനും ഇതൊക്കെ വാങ്ങുന്നേ എന്ന മട്ടിൽ നബീസ് ഉമ്മയോട് ചോദിക്കുക പോലും ചെയ്തു. ആളോള് പലതും പറയും എന്നവള് പറഞ്ഞപ്പോ അതെ ആളോള് പറയും, ആളോൾ അങ്ങനെ പലതും പറഞ്ഞോട്ടെ, നമുക്കെന്താ, അവന് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ചിലപ്പോ കല്യാണം കഴിക്കണമെന്നുണ്ടാവും, അവനിത് എന്നോട് പറയാനാ ഞാനിങ്ങനെ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെ എന്നായിരുന്നു ബീവാത്തു പറഞ്ഞത്. നബീസയെ അത് വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ദേഷ്യം വന്ന് നബീസ ഉമ്മയോട് അലറി. ഉമ്മയെപ്പോഴും കുഞ്ഞാലിയെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ദേഷ്യം വന്ന് നബീസ എഴുന്നേറ്റ് പോയി. അത്തവണ തുലാമഴ നേരത്തെയായിരുന്നു. നദിയിൽ നല്ല രീതിയിൽ വെള്ളപ്പാച്ചിൽ വന്നിരുന്നു. കൂപ്പ് വെട്ടിയിറക്കിയ മരം പറഞ്ഞയിടത്തേക്ക് കൊണ്ടുപോകാൻ ഏവരും മടിച്ചു നിന്നു. മുതലാളിമാർ നല്ല തുക വാഗ്ദാനം ചെയ്തപ്പോ പണത്തിന് ആവശ്യമുണ്ടായിരുന്ന ബാപ്പുട്ടി മുമ്പിലേക്ക് വരികയാണ്. 500 രൂപ പ്രതിഫലം വാങ്ങി തടി എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ബാപ്പുട്ടി ദൗത്യം ഏറ്റെടുത്തു. മൂപ്പൻ ഭയന്ന് അത് വിലക്കി. തുലാവെള്ളത്തിൽ തടി കൊണ്ടുപോയൊരു കര കണ്ടിട്ടില്ലെന്നാ പറയുന്നേ എന്ന് മൂപ്പൻ പറഞ്ഞെങ്കിലും ബാപ്പുട്ടി അതൊന്നും ചെവികൊണ്ടില്ല. താൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും പണത്തിന് ആവശ്യമുണ്ട് എന്നുമായിരുന്നു ബാപ്പൂട്ടി പറഞ്ഞത്. പെണ്ണാരാണെന്ന് ചോദിച്ചപ്പോ അബ്ദുവിന്റെ പെങ്ങളാണ് എന്ന കാര്യം ബാപ്പൂട്ടി സൂചിപ്പിച്ചു. പെട്ടെന്ന് മൂപ്പനൊന്ന് വല്ലാതായി. നീയും ആ കെണിയിൽ വീണാ മോനെ, അവളും അവളുടെ ഉമ്മയും
പണത്തിന്റെ പുറകെ പോണോരാ, അവള് വരുമൊന്നുമില്ല എന്നായി മൂപ്പന്റെ പറച്ചിൽ. ബാപ്പൂട്ടിക്ക് ആദ്യം വല്ലായ്മ തോന്നിയെങ്കിലും ഞാൻ വിളിച്ച അവള് വരും എന്നായിരുന്നു ബാപ്പൂട്ടി മറുപടി പറഞ്ഞത്. കുത്തിയൊഴുകുന്ന പുഴയിൽ ചെങ്ങാടം പോലെ തടികെട്ടി അത് തുഴഞ്ഞിട്ടായിരുന്നു ബാപ്പൂട്ടി കൂപ്പിൽ നിന്ന് പുറപ്പെട്ടത്. മലവെള്ളപ്പാച്ചിലിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടെങ്കിലും അതിനെയൊക്കെ ബാപ്പൂട്ടി അതിജീവിച്ചു. അടുത്ത ദിവസം രാത്രിയോടെ ബാപ്പൂട്ടി വാഴക്കടവിൽ എത്തിയിരുന്നു. ബാപ്പൂട്ടി നേരെ നബീസയുടെ വീട്ടിലേക്ക് ചെന്നു. ബാവൂട്ടിയെ കണ്ടതും നബീസ സന്തോഷിച്ചിരുന്നു. പക്ഷേ ബീവാത്തുവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. വന്നപാടെ എപ്പോഴാ പോകുന്നേ എന്ന മട്ടിലായിരുന്നു ബീവാത്തുവിന്റെ ചോദ്യം. ബീവാത്തുവിന് തന്റെ വരൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബാപ്പൂട്ടിക്കും തോന്നി. ബാപ്പൂട്ടി അവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കുഞ്ഞാലി വരുന്നത്. കുഞ്ഞാലിയെ ബീവാത്തു വലിയ കാര്യത്തി ആനയി ചിരുത്തുന്നതും മറ്റും ബാപ്പൂട്ടി നോക്കിക്കണ്ടു. ബാപ്പൂട്ടിയുടെ സാന്നിധ്യം കുഞ്ഞാലിക്ക് തീരെ അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞാലി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ബാപ്പൂട്ടിയും പോരുകയാണ്. ബാപ്പൂട്ടി കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. നബീസയ്ക്കും കുഞ്ഞാലിയോട് പ്രിയമാണെന്നും പണത്തിനു വേണ്ടിയാണ് കുഞ്ഞാലിയെ പ്രീതിപ്പെടുത്തി ബീവാത്തുവൊക്കെ അങ്ങനെ നിൽക്കുന്നത്, തന്നോട് താല്പര്യമില്ലാത്തത് നബീസയ്ക്കും അതായിരിക്കും തോന്നിയിരിക്കുക എന്നൊക്കെ ബാവൂട്ടി ചിന്തിച്ചിരുന്നു. കടത്തപുരയിൽ മമ്മദ് ഖാനോട് അക്കാര്യങ്ങൾ പറഞ്ഞ് ബാവൂട്ടി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ മമ്മദ് ഖാ കാര്യങ്ങൾ ബാവൂട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിൽ തിരുത്തി കൊടുത്തു. കുഞ്ഞാലിയുടെ പണവും പത്രാസും കണ്ട ബീവാത്തു അവന്റെ കൂടെ കൂടിയിരിക്കുന്നത്, അതൊക്കെ തീരുമ്പോ ബീവാത്തുവും അതിൽ നിന്ന് പിന്മാറും എന്നായിരുന്നു മമ്മദ് ഖാ പറഞ്ഞത്. ബാവൂട്ടിനോട് കാത്തിരിക്കാനും പറഞ്ഞു. ക്ഷമിക്കാനോ, 6 മാസം കാട്ടിക്കഴിയുമ്പോ എനിക്ക് വേറൊരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ബാവൂട്ടി മമ്മദ് ഖാനോട് പറഞ്ഞത്. മമ്മദ് ഖാ തിരികെ അതെല്ലാം ബീവാത്തുവിന്റെ പണിയാണെന്നും നബീസ അതിൽ നിസ്സഹായിയാണെന്നും ബാവൂട്ടിക്കടുത്ത് പറഞ്ഞു. ദേഷ്യത്തിലായിരുന്ന ബാവൂട്ടി താൻ സ്വപ്നം കണ്ട ജീവിതത്തെപ്പറ്റിയും അതൊക്കെ പാളിപ്പോയതിനെ പറ്റിയും ഇമോഷണലായി ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. നീ അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചോ എന്നായിരുന്നു മമ്മദ് ഖാ ചോദിച്ചത്. ബാവൂട്ടിക്കപ്പോ മറുപടി ഉണ്ടായിരുന്നില്ല. സംസാരിച്ചില്ല എന്ന കാര്യം മമ്മദ് ഖാക്ക് മനസ്സിലായതും മമ്മദ് ഖാ ബാവൂട്ടിയോട് ദേഷ്യപ്പെട്ടു. ബാവൂട്ടി ശേഷം അവിടെ നിന്ന് പോരുകയാണ്. അന്ന് രാത്രിയിൽ നബീസയോട് സംസാരിക്കാൻ തീരുമാനിച്ച് ബാവൂട്ടി നബീസയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ചെന്നു. ബാവൂട്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കുഞ്ഞാലി അവിടെ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ബാവൂട്ടിയും കുഞ്ഞാലിയും തമ്മിൽ അന്ന് വലിയ വാക്കുതർക്കം തന്നെ സംഭവിച്ചു. അങ്ങോട്ടേക്ക് വന്നു പോവരുത് എന്ന് പറഞ്ഞ് കുഞ്ഞാലി വിലക്കിയപ്പോ ബീവാത്തുമ്മ പറയുന്നവരെ ഞാൻ വരാൻ പോവുകയും ചെയ്യും എന്ന് കുഞ്ഞാലി പറഞ്ഞു. അങ്ങനാണ് ഇവിടുത്തെ ആണുങ്ങളുടെ കൈത്തണ്ട ഇടബലം നീയറിയും എന്നായിരുന്നു കുഞ്ഞാലിയുടെ മറുപടി. പിന്നാലെ ബീവാത്തു നബീസും കൂടി പുറത്തേക്ക് വന്നു. പ്രശ്നമാവുണ്ടെന്ന് കരുതി കുഞ്ഞാലിയോട് പോവാൻ ബീവാത്തു പറഞ്ഞു. കുഞ്ഞാലിയും തിരികെ പോവാൻ തയ്യാറായി. പക്ഷേ പോകുന്നതിനു മുമ്പ് ബാവൂട്ടിക്കടുത്ത് നാളെ പുലർച്ചെ തോണിയുമെടുത്ത് വാഴക്കടവ് വിട്ട് പോക്കോണമെന്നും ഞാൻ എത്തരത്തിലുള്ള ആളാണെന്ന് നിനക്കറിയില്ല എന്നു മട്ടിലും കുഞ്ഞാലി ബാവൂട്ടിയെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ ബീവാത്തു ബാവൂട്ടിയുടെ നേരെ തിരിഞ്ഞു. ബാവൂട്ടി അങ്ങോട്ട് വന്നതിന് ബാവൂട്ടിയോട് ദേഷ്യപ്പെട്ടു. നബീസ ഉമ്മയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഉമ്മ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് പണമാണ് വേണ്ടത് എന്ന് ചിന്തിച്ച ബാവൂട്ടി തന്റെ കയ്യിലുള്ള പണം ബീവാത്തുവിന് കൈമാറാൻ ശ്രമിച്ചു. പക്ഷെ അത് തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ബീവാത്തു അബ്ദുവിനെ ഓർത്താണെങ്കിലും നീ ഇങ്ങോട്ടേക്ക് വന്നു പോവരുത് എന്ന് ബാവൂട്ടിയെ വിലക്കുകയാണ്. ആകെ തകർന്ന് ദേഷ്യത്തിലും ദുഃഖത്തിലുമായിരുന്നു ബാപ്പൂട്ടി തിരികെ പോന്നത്. പിറ്റേന്ന് പുലർച്ചെ അവിടം വിട്ടു പോകുവാൻ ബാപ്പൂട്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ നബീസ ബാപ്പൂട്ടിയുടെ അടുത്തെത്തി. നാട്ടുകാർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചില്ലെന്നും ഇതാണല്ലേ നടക്കുന്നത് എന്നും പറഞ്ഞ് ബാപ്പൂട്ടി നബീസയോട് ദേഷ്യപ്പെട്ടു. ശേഷം ബാപ്പൂട്ടി അവിടെ നിന്ന് പോവാനിറങ്ങിയപ്പോ നബീസ പോവരുതെന്ന് പറഞ്ഞ് തടഞ്ഞു. വേദനയോട് ബാപ്പൂട്ടി പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് പാർക്കാൻ ഒരിടം കണ്ടുവെക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നത്. ഇമോഷണലായിട്ട് നബീസ അത് കേട്ടു നിന്നിരുന്നു. അതിലൂടെ പോയ ആളുകൾ അവരെ കണ്ട് കൂവാൻ തുടങ്ങിയതും നബീസ അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. നബീസ നിസ്സഹായിയാണെന്നും തന്നോട് നബീസയ്ക്ക് ഇഷ്ടമുണ്ടെന്നും ബാപ്പൂട്ടി വീണ്ടും മനസ്സിലാക്കി. ഇതേ സമയം കവലയിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞാലി വലിയ വായിൽ സംസാരിക്കുകയായിരുന്നു. പുലർച്ചെ ബാപ്പൂട്ടി കടവ് വിട്ടുപോകും എന്ന തരത്തിലൊക്കെയായിരുന്നു അത്. പക്ഷേ കടവ് വിട്ടു പോവാതിരുന്ന ബാപ്പൂട്ടി അതേ കടയിലേക്ക് കയറി ചെന്നു. ഒരു ചായ വാങ്ങി ഏവരും നോക്കി നിൽക്കെ കുടിച്ചു. കുഞ്ഞാലി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും വിയർത്തൊലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ബാപ്പൂട്ടിയോട് ഏറ്റുമുട്ടാൻ കുഞ്ഞാലി തയ്യാറായില്ല. വൈകാതെ ബാപ്പൂട്ടിയും നബീസയും വീണ്ടും കണ്ട് സംസാരിച്ചു. ആ ഗ്രാമം വിട്ട് ഒളിച്ചോടി പോവാൻ അവർ തീരുമാനിച്ചിരുന്നു. പറഞ്ഞ പോലെ താൻ കടവത്ത് കാത്തിരിക്കും എന്ന് പറഞ്ഞ് ബാവൂട്ടി നബീസുവിനെ പറഞ്ഞയച്ചു. വീട്ടിലെത്തിയ നബീസ പാക്ക് ചെയ്ത് പോവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതേ സമയം കവലയിലുണ്ടായിരുന്ന കുഞ്ഞാലി ഒരു കാഴ്ച കണ്ടു. ബീവാത്തു കവലയിൽ നിന്ന് എങ്ങോട്ടേക്കോ പോകുന്നതായിരുന്നു. നിലവിൽ വീട്ടിൽ നബീസ മാത്രമേ ഒറ്റയ്ക്കുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലി നേരെ വീട്ടിലേക്ക് പോയി. ബലം പ്രയോഗിച്ച് അവിടുണ്ടായിരുന്ന നബീസയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും നല്ല മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. നബീസയെ കാണാതെ വീട്ടിൽ പോയി നോക്കുവാൻ ബാപ്പൂട്ടി
അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് നബീസയുടെ വീട്ടിൽ നിന്നും കുഞ്ഞാലി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ബാപ്പൂട്ടിയെ കണ്ടതും കളിയാക്കുന്ന രീതിയിൽ കുഞ്ഞാലി സംസാരിച്ചു. ഇനി നിനക്കെന്റെ എച്ചിരി തിന്നാവട എന്ന മട്ടിൽ താൻ അവളെ പീഡിപ്പിച്ചു എന്ന കാര്യം കുഞ്ഞാലി ബാപ്പൂട്ടിയോട് പറഞ്ഞു. രോഷം സഹിക്കാൻ വയ്യാതെ ബാപ്പൂട്ടി കുഞ്ഞാലിയെ തല്ലാൻ തുടങ്ങുകയാണ്. അവർ തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കാൻ ആരംഭിച്ചു. വിവരമറിഞ്ഞൊരു നാട്ടുകാരൻ കവലയിലെത്തി കാര്യം പറഞ്ഞു. അതോടെ നാട്ടുകാരൊക്കെ അടി നടക്കുന്ന ഇടത്തേക്ക് ഓടിച്ചെന്നു. ശക്തമായ ഫൈറ്റിനൊടുവിൽ ബാപ്പൂട്ടി കുഞ്ഞാലിയെ അടിച്ചിട്ടു. ദേഷ്യത്തിൽ കുഞ്ഞാലിയെ കൊല്ലാൻ വലിയൊരു പാറക്കല്ല് വരെ ബാപ്പൂട്ടി എടുത്തിരുന്നു. പക്ഷേ ആ സമയം തന്നെ കൊല്ലല്ലേ എന്നലറി വിളിച്ച കുഞ്ഞാലി നബീസയെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. ബാപ്പൂട്ടി അലറിക്കൊണ്ട് കുഞ്ഞാലിയെ കൊല്ലാതെ കല്ല് താഴെയിട്ട് നീ എന്തിനാണ് അവളെ കെട്ടുന്നേ? എല്ലാം മറന്നോണ്ട് ഞാൻ അവളെ കെട്ടും, പൊന്നുപോലെ നോക്കും എന്ന് കുഞ്ഞാലിയോട് പറഞ്ഞു. നാട്ടുകാരൊക്കെ നിശബ്ദരായി പോയിരുന്നു. തന്നെ തടുക്കാൻ ചുണയുള്ള നാട്ടുകാരുണ്ട്, ഇറങ്ങിവാടാ എന്ന് ബാപ്പൂട്ടി നാട്ടുകാരെ നോക്കിയും വെല്ലുവിളിച്ചു. ആരും അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ബാപ്പൂട്ടി നബീസയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നബീസയുടെ വീട്ടിലേക്ക് ചെന്നു. ആകെ തകർന്നിരിക്കുകയായിരുന്നു നബീസ. ഒക്കെ അറിഞ്ഞ് ബീവാത്തു പൊട്ടിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. നബീസുവിനോട് കൂടെ വരുവാൻ ബാപ്പൂട്ടി ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ ഇല്ലെന്ന് നബീസു പറഞ്ഞു. വീണ്ടും അവൻ ചോദിച്ചെങ്കിലും നബീസു ഇല്ലെന്ന് വേദനയിൽ അലറി വിളിക്കുകയായിരുന്നു. അതോടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ബാപ്പൂട്ടി പിന്നീട് വാഴക്കടവ് വിട്ട് പോവാൻ തീരുമാനിച്ചു. തോണിയെടുത്ത് തുഴക്കോൽ എടുക്കുമ്പോഴാണ് ബാപ്പൂട്ടി അത് കാണുന്നത്. ആ തുഴക്കോലിൽ പണ്ട് നബീസുവിന് അവൻ വാങ്ങിക്കൊടുത്ത ചുവന്നയൊരു വളയുണ്ടായിരുന്നു. ബാപ്പൂട്ടി നോക്കുമ്പോ ആ പുഴത്തീരത്ത് ബാപ്പൂട്ടി വാങ്ങിക്കൊടുത്ത ആ വളകൾ ചിതറിക്കിടക്കുന്ന കണ്ടു. വീട്ടിൽ നബീസുവിനെ കാണാതെ ഉമ്മ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. നബീസു പക്ഷേ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഓളവും തീരവും എന്ന മനോരഥങ്ങളിലെ ഈ എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.